ഇച്ചിരി ആഴമായിട്ട് കൊതിക്കാൻ പറ്റുമോ? If you seek him, he will manifest. If you seek, if you worship, he will manifest. If you seek him, he will manifest. Yeah, if you seek him, he will manifest. If you seek him, he will manifest. If you seek him, he will manifest. ദൈവം ഇവരോട് ചോദിക്കുന്നു, ഇച്ചിരി ആർത്തി കാണിക്കാൻ പറ്റുമോ? സമ്പ്രദായം, ഒരു മിനിറ്റ്, അത് മതി. അല്ല, ഇവിടെ സ്റ്റോപ്പില്ല. എഫ് പോട്ടെ. ഈ റൈറ്റ് മാത്രമേ സ്റ്റോപ്പ് ചെയ്യൂ, ലെഫ്റ്റ് സ്റ്റോപ്പില്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ആർത്തി കാണിക്കാവോ? ഇച്ചിരി കൂടെ ഒന്ന് ആർത്തിപ്പണ്ടാരങ്ങളാവാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ആർത്തി ഉള്ളവന്റെ മേലെ ഇത് പകരപ്പെടും. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്ക വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആവശ്യമുള്ള തലം ഇവിടെ തുറന്നു നിൽക്കുന്നത്. പക്ഷെ ദാഹമില്ലെങ്കിൽ കുടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദാഹത്തിന് വേണ്ടി ഒന്ന് ദൈവത്തോട് ചോദിച്ചേ, ആ ദാഹം എന്നിൽ നിന്ന് തുറക്കട്ടെ. എനിക്ക് എവിടെയോ തോന്നുകയാണ് എന്റെ കഴിവും എന്റെ നാച്ചുറൽ റലത്തിലും എനിക്ക് മുന്നോട്ട് പോകാം എന്ന്. ശരിയാണ്, നാച്ചുറലായിട്ട് ഒത്തിരി പീപ്പിൾ ജീവിക്കുന്നുണ്ട്, ജീവിച്ചു കഴിഞ്ഞ് മരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി നടക്കണമെങ്കിൽ ഒരിക്കലും നാച്ചുറൽ റലത്തിലല്ല അതിന്റെ സെറ്റിംഗ് ഇരിക്കുന്നത്. ജെൻസൺ ബ്രദറെ, നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഒഴിച്ച് ഇവർക്കെല്ലാം ചെയ്യാം. ബ്രദർ ബാംഗ്ലൂരിൽ നിന്ന് വന്ന IT ഫീൽഡ് വർക്ക് ചെയ്യാം, അത് ചെയ്യാം. പക്ഷെ ദൈവികമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ എല്ലാ സിസ്റ്റംസും കിടക്കുന്നത് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ റലത്തിലും. ആ റലം പിടിക്കാതെ നമുക്ക് ദൈവത്തിന്റെ ഹൃദയം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന സഭകൾ സ്ഥാപിക്കാം, ദൈവത്തിന് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാം. പണ്ടുള്ള സഭകൾ എന്താ ചെയ്തേ? ഇവിടെ നേരെ വരുന്നു, ഒരു ഹോസ്പിറ്റൽ അങ്ങ് പണിയും, കുറെ ഏക്കറുകൾ മേടിച്ചിട്ട് ഹോസ്പിറ്റൽ പണിയുക. നാച്ചുറൽ ആണ്. അവര് പറയുന്നത് എന്തുവാ? ഞങ്ങള് ജനത്തെ എടുത്ത് ശുശ്രൂഷിക്കുക. ആര് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു നിന്നോട് ഹോസ്പിറ്റൽ പണിയാൻ? ബൈബിളിലുണ്ടോ? Who told you? അവര് പറയുക ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ആതുര സേവനം നടത്തുകയാണ്. ആര് പറഞ്ഞിട്ട്? എന്റെ യേശു പറഞ്ഞത് നിങ്ങൾ പോകുക, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ ആശുപത്രി കൊണ്ടുപോകുന്നല്ല, സൗഖ്യമാക്കുക. Who told you you can do God's work in the natural way? ആരാ പറഞ്ഞത്? നമ്മുടെ തലയിൽ ആരോ പറഞ്ഞ് അടിച്ചേപ്പിച്ച് കിടക്കുകയാണ്, ഈ നാച്ചുറലിൽ ഞങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യാം. ഇനി പെന്തിക്കോസ്ത് സഭകൾ ഇന്നെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നേ? ഇന്നെങ്ങനെ പെന്തിക്കോസ്ത് സഭകൾ ഫംഗ്ഷൻ ചെയ്തേ? നമുക്ക് മീറ്റിംഗിന് ആളെ വിളിക്കാൻ അറിയാം, ഒരു ഫാസ്റ്റിംഗ് പ്രയർ സമയാസമയം നടത്തുക, നമ്മുടെ തലേ കാര്യങ്ങൾ സെറ്റാണ്. ഒരു 21 നടത്തുക, ഒരു മെൻസ് ഫെലോഷിപ്പ്, ഒരു CA മീറ്റിംഗ്, ഒരു PYPA മീറ്റിംഗ്, കാര്യങ്ങൾ തലയിൽ സെറ്റാണ്. അതെല്ലാം ഒരിക്കൽ തുടങ്ങിയത് ദൈവശബ്ദം കേട്ടിട്ടാ. ഇന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത് നാച്ചുറലില്ല. ഞാൻ ഇവിടെ ഒരു സിസ്റ്റം തുടങ്ങിയിടുക, പക്ഷെ നാളെ എനിക്കൊരു പിൻഗാമി വരുമ്പോൾ അവൻ ഈ സിസ്റ്റം കറക്റ്റായിട്ട് ആത്മാവി പിടിച്ചില്ലെങ്കിൽ അവൻ കീബോർഡിന് ആളെ വിളിക്കും, ഒരു സാമ്പ്രദറിനെ അവൻ ഒപ്പിക്കും, അവൻ കാണുന്നത് മൈക്ക് പിടിക്കാൻ ഒരാൾ, ഒരു പോഡിയം, ഇത്രയും കാര്യം അവൻ തലയിൽ കയറ്റി അവൻ ഒരു ഹോൾ എടുക്കും. പക്ഷെ ഈ റലം അവന് അറിയത്തില്ല. കാരണം അവൻ എന്തേ കണ്ടുള്ളൂ? മൈക്കും പിടിച്ചോണ്ട് ഒരാളെ കണ്ടു, കീബോർഡ് വായിക്കാൻ ഒരാളെ കണ്ടു, അവനൊരു സ്റ്റേജ് കണ്ടു, 2 സ്പീക്കർ ഉണ്ടെങ്കിൽ കാര്യം നടത്താമെന്ന് കണ്ടു, ഒരു AC ഹോളും ഉണ്ടെങ്കിൽ കാര്യം നടക്കും. നോ, അവന് കിട്ടേണ്ടത് റലമാണ്, അവന് കിട്ടേണ്ടത് ആത്മതലമാണ്. ആ തലം പിടിച്ചില്ലെങ്കിൽ പകർച്ച നടക്കില്ല. PYPA നല്ലതാണ്, CA നല്ലതാണ്, നമ്മുടെ സിസ്റ്റങ്ങൾ നല്ലതാണ്. ആ സിസ്റ്റത്തിൽ ഇന്ന് ആത്മാവ് ചലിക്കുന്നുണ്ടോ? അതോ ആരോ ഒരാൾ ആത്മാവിൽ തുടങ്ങിയതിന്റെ നാച്ചുറൽ പതിപ്പാണോ ഇന്നുള്ളത്? എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് തെറ്റായ സ്ഥലത്താണ്.
നമുക്ക് ആവശ്യം നാച്ചുറൽ പതിപ്പുകളല്ല. ദൈവത്തിന്റെ മക്കൾക്കുള്ള ഏറ്റവും വലിയ ദാനം തന്റെ തലത്തെ അവൻ നമുക്ക് തരും. എന്തുവാ ദൈവമക്കളുടെ ഏറ്റവും വലിയ ദാനം? തന്റെ തലം അവൻ മക്കൾക്ക് കൊടുക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവമക്കളുടെ ഏറ്റവും വലിയ ദാനം വീട് കിട്ടുന്നതും മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിൽ പോകുന്നതുമാണെന്ന് കേട്ട് കേട്ട് നമ്മുടെ തല സെറ്റായി പോയി. പക്ഷെ ഞാൻ ബൈബിൾ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം മക്കൾക്കുള്ളത് താൻ നിൽക്കുന്ന തലം അവൻ നമുക്ക് തരും. അതുകൊണ്ടാണ് ദൈവം ആദ്യം തന്റെ മക്കളെ ഉണ്ടാക്കിയപ്പോ പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യവും നമ്മുടെ സ്വരൂപവും നമ്മുടെ റലത്തിൽ നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കുക. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ സ്വർഗത്തിൽ, അവർ ഭൂമിയിൽ. ബാക്കിയെല്ലാം എന്റെ തലം കൊണ്ടാണ് ഞാൻ അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടത് അവന്റെ തലത്തിലാണ്. We are called to live in the realm of God. Praise the Lord. Hallelujah. കൂടണ്ടോ? കൂടണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? നമ്മുടെ തലേന്ന് പോയ ഏറ്റവും വലിയ സത്യം എന്തോ അറിയുന്ന ആൻറ്റി, നമ്മൾ ദൈവാനുരൂപമാണെന്നുള്ള സത്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലാണ്. ആ സത്യം നമ്മുടെ തലയിലില്ല. അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മളെ പഠിപ്പിക്കും. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആരുടെ തലത്തിലാ? അവന്റെ തലത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവമാണ് നമ്മൾ. കുറച്ച് കട്ടിയാണ്. നമ്മൾ ആരാണ്? We are gods on earth. അത് പിടിക്കത്തില്ല, കാരണം അത് കുറച്ച് കട്ടിയുള്ള പദമാണ്. പട്ടിയുടെ കുട്ടി ആരാ? പട്ടിയുടെ കുട്ടി. പൂച്ചയുടെ കുട്ടി, സിംഹത്തിന്റെ കുട്ടി, ദൈവത്തിന്റെ കുട്ടി, ദൈവക്കുട്ടി. ഇവിടെയാണ് അപകടം. ബ്രദർ പറയുന്നത് നമ്മൾ കുട്ടി ദൈവങ്ങളാണെന്നാണോ? അതിന്റെ ശരിയായ മർമ്മത്തിൽ നിങ്ങൾ അതിനെ പിടിക്കണം. എങ്ങനെ പിടിക്കണം? ശരിയായ മർമ്മത്തിൽ പിടിക്കണം. ആ മർമ്മം ഒരല്പം മാറിപ്പോയാൽ, ഇപ്പം ഇതിന് ഇത്രയും വയറുകളുണ്ട്, ഒരു വയർ ഒന്നിച്ചിരി മാറിയാൽ ഷോർട്ട് സർക്യൂട്ടായി പോകും. ഈ മർമ്മം തലച്ചോറി കിട്ടുന്നതല്ല, അത് സ്പിരിറ്റിൽ റിസീവ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ദൈവത്തെ പോലാണ്. ആ സത്യത്തിൽ ആരംഭിക്കുന്നതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് ഹയർ റലം പിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിരിക്കുക. പക്ഷെ നമ്മുടെ തലയെ നമ്മൾ പൊടിയാണ്, കൃമിയാണ്, പുഴുവാണ്. നമ്മൾ പറയുന്നത് എന്തുവാ? ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. പക്ഷെ ദൈവമക്കൾ ആരാ? പൊടി, കൃമി, പഴുതാര, പുഴു. പക്ഷെ ഇവരുടെ അപ്പനാരാ? ദൈവം. എടാ, ദൈവത്തിന്റെ കുട്ടി എങ്ങനെ പുഴുവാകുന്നത്? നിങ്ങൾ ആളെ കളിയാക്കി. നിങ്ങൾ പുഴുവാന്ന് പറയുമ്പോ നിങ്ങൾ പറയാ എന്റെ അപ്പം വലിയ പുഴുവാന്ന്. ബ്രദറെ, ഇവര് പറയും ഇവര് കൃമിയാന്ന്. അപ്പൊ ഇവരുടെ ദൈവം ആരാ? വലിയ കൃമി. സിംഹത്തിന്റെ കുട്ടി പറയും എന്റെ അപ്പനായത്. ഇച്ചിരൂടെ ഗർജനം കൂടിയ ആളാണ് തന്റെ അപ്പൻ. ഇച്ചിരൂടെ പെട്ടെന്ന് സ്പീഡിൽ പോയി ഇരകളെ പിടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇവൻ ഇച്ചിരി സ്പീഡ് കുറവാ, പക്ഷെ സിംഹക്കുട്ടിയ. നിന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവാനുരൂപമായിട്ടാണ്. എന്നാൽ ആ വീഴ്ച സംഭവിച്ച മിനിറ്റിൽ ആ ദൈവാനുരൂപമാകുന്ന തന്റെ ആത്മമനുഷ്യൻ ഡെഡായി പോയി. പിന്നെ മിച്ചം എന്തുണ്ട്? ബോഡി, മൈൻഡ്. അതാണ് പുഴുവും കൃമിയും. കാരണം അത് മണ്ണിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ അകത്തിട്ടിരിക്കുന്ന സാധനം അവനിൽ നിന്നാണ്. ബ്രദറെ, പുഴു കൃമിയ എന്നോട്ട് വീഴ്ചയ്ക്ക് ശേഷം കറക്റ്റാ.
വീഴ്ചയ്ക്ക്. അപ്പൊ അവരുടെ അടുത്ത ചോദ്യം, ജെൻസൺ ബ്രദറെ, നമ്മൾ വീഴ്ചയ്ക്ക് ശേഷമല്ലേ നിൽക്കുന്നത്? അവരുടെ അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ മുഴുവൻ കൃമി തന്നെ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ടില്ലേ? പറ. ഇച്ചിരുടെ നല്ല പദത്തിൽ പറഞ്ഞ വീണ്ടും ജനിച്ചില്ലേ? അവരോട് ചോദിച്ചു, എന്തോ വീണ്ടും ജന്മം ചോദിച്ചു. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം നിന്ന് പറഞ്ഞു, യേശു എന്റെ കർത്താവാണ്, എന്റെ രക്ഷിതാവാണ്, അതാണ് വീണ്ടും ജന്മം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ അകത്ത് ദൈവം ജനിച്ചു. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്റെ അകത്ത് ദൈവാനുരൂപത തിരിച്ചു ജനിച്ചു. അതുകൊണ്ടല്ലേ യോഹന്നാൻ 3 പറഞ്ഞത് ആത്മാവിനാൽ ജനിച്ചത്. യോഹന്നാൻ 3:3 ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പറഞ്ഞേ, ആത്മാവിനാൽ ജനിച്ചത്. ആത്മാവിനാൽ ജനിച്ചത് കൃമിയാണോ? ഇനി യോഹന്നാൻ 4:24 എന്തോ ബ്രദറെ? ദൈവം ആരാകുന്നു? നിങ്ങൾക്ക് ബൈബിൾ തുറക്കണോ? ഇതൊന്നും ബൈബിൾ തുറക്കല്ല. ഇനി ബൈബിളൊക്കെ ഇനി അടച്ചു വെച്ചോണം. ഇന്നലെ ഞാൻ പ്രിപ്പറേഷന് കയറിയാ. കർത്താവ് പറഞ്ഞു പ്രിപ്പറേഷൻ പോടാന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ നിന്ന് ആനന്ദിച്ചിട്ട് കയറി പൊക്കോളാൻ പറഞ്ഞു. പ്രിപ്പറേഷൻ. ചിലർ പറയാറില്ലേ, നാളെ ക്രൂസൈഡ് ഉണ്ട്. തലേ ദിവസം മുഴുവൻ ഞാൻ മുട്ടുമേയിരുന്നു. ഞാൻ മുട്ടുമേലേ ഇരുന്നിട്ടില്ല, ഞാൻ ആനന്ദിച്ചതേ ഉള്ളൂ. എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി ഇന്നലെയും ചെയ്തോളൂ. നോ സ്പെഷ്യൽ പ്രിപ്പറേഷൻ. ഇഫ് യു ആർ സ്പെഷ്യലി പ്രിപ്പയറിംഗ്, അപ്പൊ എന്തോ പ്രശ്നമില്ലായിരുന്നോ തലേ ദിവസം? മറ്റു ദിവസങ്ങൾക്ക് എന്തോ പ്രശ്നമില്ലേ? അപ്പൊ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. യോഹന്നാൻ 3:3. യോഹന്നാൻ 4:24 എന്തോ പറയുന്നേ? ദൈവം ആത്മാവാകുന്നു, തന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ ദൈവം ആരാ? ആത്മാവ്. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞ ആത്മാവ്. അതുകൊണ്ടാണ് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയാത്തത്. ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഇച്ചിരി കൂടെ കുറയ്ക്കണേ, എനിക്ക് അവരുടെ ശ്രദ്ധ ഇച്ചിരി കിട്ടുന്നില്ല. ഓക്കെ. ദൈവം ആരാണ്? ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ട് നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച ആ മണ്ഡലം എന്തുവാണ്? ആത്മമണ്ഡലമാണ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിക്കോദേമോസ് ചോദിക്കുക, ഞാൻ പിന്നെയും രണ്ടാമത് വയറ്റി കടന്ന് ഒന്നുകൂടെ ജനിക്കണമെന്ന്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇത് ആ ജനനത്തെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വീണ്ടും ജനനമാണ്. അപ്പൊ ഞാൻ പഠിച്ച ഏറ്റവും വലിയ സത്യം ഇതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ആരംഭിക്കേണ്ടത് വീണ്ടും ജനിച്ചു എന്ന ബോധ്യത്തിലാണ്. ഇവരാരംഭിച്ചിരിക്കുന്നത് പുഴുവും കൃമിയാണെന്നുള്ള ബോധ്യത്തിലാണ്. പക്ഷെ കൽപ്പനകൾ എന്തുവാ? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ പുഴുവും വിശുദ്ധനാകുക. നടന്നത് തന്നെ. അച്ഛാ, ഒരു പൂച്ചയോട് ഞാൻ പറയാ, പൂച്ചേ സിംഹത്തെ പോലെ ഗർജിച്ചോണം കേട്ടോ. സിംഹത്തെ പോലെ ഗർജിക്കുക. 1 പത്രോസ് 1:15. സിംഹം നടക്കുന്നത് പോലെ നടക്കുക. പറയുന്ന ആരോടാ? പൂച്ചയോട്. സിംഹത്തിന്റെ ശബ്ദമൊക്കെ വരട്ടെ, സിംഹത്തിന്റെ കൈകൾ പോലെ നീ ശക്തമാകുക. നീ 1000 ദിവസം ജിമ്മിൽ പോകുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. എടാ, അവൻ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ഇനി മട്ടൻ ബിരിയാണി കഴിച്ചാലും മന്തി കഴിച്ചാലും സിംഹം ആകത്തില്ല. സിംഹമാകണമെങ്കിൽ അവൻ സിംഹക്കുട്ടിയായിരിക്കണം. സിംഹക്കുട്ടിയോട് എനിക്ക് പറയാം, എടാ കണ്ടോ, നിന്റെ അപ്പനെ കണ്ടോ, വലിയ സിംഹം എങ്ങനെ ഗർജിക്കുന്നേ? ആ ഗർജനം ഒന്ന് പഠിച്ചേ. ഇപ്പൊ അവൻ ഇത്രേ ആയിട്ടുള്ളൂ. ആ വലിയ സിംഹമാണ്, സിംഹക്കുട്ടിയാണ്. വലിയ സിംഹത്തെ നോക്കിയേ, അതുപോലെ ഗർജിക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പറയും, ഞാൻ ശ്രമിക്കാം. അവൻ 10 ദിവസം ശ്രമിച്ച ഇതാകാം. ഇപ്പൊ അവന്റെ ഗർജനം ഇത്രേ വന്നിട്ടുള്ളൂ. 10 ദിവസം അവൻ ശ്രമിച്ചു. അവൻ അപ്പൻ സിംഹത്തെ ഒബ്സർവ് ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പം പക്ഷെ പൂച്ചയോട് ഞാൻ 1000 വർഷം പഠിപ്പിച്ചു. പൂച്ചേ സിംഹത്തെ കണ്ടുപിടിക്കും, പൂച്ചേ സിംഹത്തെ കണ്ടുപിടിക്കും. 1000 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞ ബ്രദറെ, എന്താണ് കൃപ? നീ ഫ്രീ ആയിട്ട് വീണ്ടും ജനിച്ചു. എന്താണ് കൃപ?
വാട്ട് ഈസ് ഗ്രേസ്? എന്താണ് കൃപ? എന്നോട് പറഞ്ഞു, എന്താണ് കൃപ? പറ പറ പറ, എന്താണ് കൃപ? നമ്മൾ ഫ്രീ ആയിട്ട് വീണ്ടും ജനിച്ചു. അത് എത്ര ശ്രമിച്ചാലും കിട്ടുന്നതല്ല. അത് ഫ്രീ ആണ്. ആ ഫ്രീ ആയിട്ട് ദൈവം നമ്മുടെ അകത്ത് ചെയ്തതാണ് ദൈവാനുരൂപത തിരിച്ചു തന്നു. പഴയ നിയമത്തിൽ ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം അതാർക്കുമില്ലായിരുന്നു. വീണ്ടും ജനനം എന്നൊരു കാര്യം നടന്നിട്ടില്ല. പഴയ നിയമത്തിൽ ആത്മാവിന്റെ ഒരു പങ്കിനെ കൊടുക്കും, പക്ഷെ ആത്മാവിൽ ജനിപ്പിച്ചില്ല. പക്ഷെ ഇവർക്ക് ആകപ്പാടെ അറിയാവുന്നത് സങ്കീർത്തനവും പിന്നെ വേറെ ഇച്ചിരി ഉൽപ്പത്തിയും കുറച്ച് പുറപ്പാടും ബാക്കി സങ്കീർത്തനം. അറിയേണ്ടത് ഏതായിരുന്നു? ലേഖനങ്ങളും എഫേസ്യറും കൊലോസ്യരും ഒക്കെയാണ് ഇവർ അറിയേണ്ടത്. കാരണം ഇവരാരാണെന്ന് എഴുതിയിരിക്കുന്നത് ദാവീദ് ഇവരെ പോലാണോ? ദാവീദൊക്കെ പുഴു. നമ്മളാരാ? ദൈവാനുരൂപം. ഇവരുടെ കണ്ണിലാരാ? ദാവീദ്. ഇവരുടെ കണ്ണിൽ മോശ ആരാ? നമ്മുടെ മുമ്പിൽ ആരുമല്ല. പിടികിട്ടിയിട്ടില്ല. തെളിയിക്കാം. അതിന് വാക്യം എടുക്കണം. മാത്യു എടുത്തേ. മാത്യു ജെൻസൺ ബ്രദർ ഒന്ന് വായിച്ചേക്കണേ. മാത്യു 11:11 വായിച്ചേ. മത്തായി 11:11. ജോനെ സൗണ്ട് കൊടുക്കുക, കുറച്ചുകൂടെ സൗണ്ട് കൊടുക്കുക. മാത്യു ചാപ്റ്റർ 11:11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച്. മത്തായി 11:11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഓക്കെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനും അവനേക്കാൾ എന്തുവാ? വലിയവനാണ്. ഓക്കെ, താഴോട്ട്. യോഹന്നാൻ സ്നാപകൻ. ഓക്കെ, മതി. ഈ മർമ്മം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വാക്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനാണ് ഏറ്റവും വലിയ പാർട്ടി. മോശയേക്കാൾ, അഹരോനേക്കാൾ, എലീശയേക്കാൾ, തീ ഇറക്കിയ ഏലിയാവിനേക്കാൾ ഒക്കെ വലിയതാരാണ്? യോഹന്നാൻ സ്നാപകൻ. അപ്പൊ ഇവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ലാസ്റ്റ് വന്ന പാർട്ടിയാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ വരെ ഒരു പീരീഡാണ്, ഒരു സീസണാണ്. എന്താണ്? യോഹന്നാൻ സ്നാപകൻ വരെ ഒരു സീസണാണ്. അതുവരെ എന്തിന്റെ സീസണാണ്? സ്ത്രീകളിൽ നിന്നുള്ള ജനനത്തിന്റെ സീസണാണ്. എന്തിന്റെ ജനനമാണ്? സ്ത്രീകളിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീ നല്ലേ ജനിച്ചത്? ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഡബിൾ ജനനത്തിന്റെ സമയം തുടങ്ങി. യോഹന്നാന്റെ സമയം വരെ ആദാമിന് ശേഷം ഒറ്റ ജനനമേ ഉള്ളൂ. യോഹന്നാൻ സ്നാപകന് ശേഷം ഡബിൾ ജനനമാണ്. ഒന്ന് പുറത്തും ഒന്ന് അകത്തും. എല്ലാവരും പറഞ്ഞ 2 ജനനമുണ്ട്. ആ രണ്ടാമത്തെ ജനനത്തിന്റെ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കുഞ്ഞമ്മയുടെ മോനായിരിക്കും, അല്ലെങ്കിൽ മറിയാമ്മയുടെ മോനായിരിക്കും, ശശിയുടെ മോനായിരിക്കും, നമുക്ക് വിഷയമല്ല. അകത്താര. നിങ്ങൾക്ക് വീട്ടിൽ വലിയ പാരമ്പര്യമോ സമ്പത്തോ ഇല്ലാത്ത ആളുടെ മോനായിരിക്കും നിങ്ങൾ പുറത്ത്. പക്ഷെ ഇന്നത്തെ വിഷയം അതിൽ അകത്താര. അകത്താരാണെന്ന് ഒരാൾക്ക് മനസ്സിലായാൽ അവൻ തിരിഞ്ഞു കറങ്ങും. അവനെ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിങ്ങളുടെ അകത്ത് നിങ്ങൾ ആരോ ആണ്. Receive now, receive now, receive now, receive now, receive now. Zarba khashata barahatias. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ആരാണെന്നൊന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇതൊരു തിരിച്ചറിവാണ്. എൻ്റെ ആത്മമനുഷ്യനിൽ ഞാൻ ആരോ ആണ്. അതൊന്ന് സ്വീകരിച്ചേ. എല്ലാവരും പറഞ്ഞ 2 ജനനം.
നമുക്കപ്പോൾ 2 ജനനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 2 ബർത്താണ് നമ്മുടെ. ഒന്ന് നമ്മുടെ പുറത്തെ മനുഷ്യന്റെ ബർത്തും, രണ്ടാമത്തെ നമ്മുടെ അകത്തെ മനുഷ്യൻ ആരാണെന്നുള്ളതും. പഴയ നിയമത്തിൽ എവിടെയും അകത്തൊരു ജനനം നടന്നില്ല. അവരുടെ മേൽ ആത്മാവിന്റെ ഒരു പങ്കിനെ ദൈവം എന്ത് ചെയ്തു? പകർന്നു. ആത്മാവിന്റെ പങ്ക് വെച്ചിട്ട് ഒരിക്കലും ജനനം നടക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തിന്റെ തലം വരെ പറ്റത്തുള്ളൂ. അല്ലേ? ശരിയല്ലേ? ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു ജനനം നടക്കണമെങ്കിൽ ആത്മാവിന്റെ പൂർണ്ണത നമ്മുടെ അകത്ത് സ്ഥിരതാമസത്തിന് ഇറങ്ങി വരണം. പഴയ നിയമത്തിൽ ശിംശോന്റെ മേൽ ആത്മാവ് വന്നു പോയി, വന്നും പോയി നിൽക്കുന്നതിന്റെ പേരാണ് അനോയിന്റിങ് റലം. പക്ഷെ നിലനിൽക്കുന്നതിന്റെ പേര് പുതിയ നിയമത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ആത്മാവിനെ പകരും, അവൻ എന്നേക്കും നിന്റെ കൂടെ നിൽക്കും, എന്നേക്കും നിന്റെ അകത്തിരിക്കും എന്ന് പറഞ്ഞാൽ അകത്തപ്പോ എന്തോ നടന്നു? ജനനം നടന്നു. ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഇന്നോട്ട് നിങ്ങൾ വായിക്കേണ്ടത് പഴയ നിയമം അല്ല. മെയിനായിട്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലേഖനങ്ങളാണ് വായിക്കേണ്ടത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ ഓപ്പൺ ആകും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും പറഞ്ഞു, ഞാൻ ദൈവാനുരൂപമാണ്, ഞാൻ ദൈവാനുരൂപമാണ്, ഞാൻ ദൈവാനുരൂപമാണ്. ഈ തിരിച്ചറിവോടുകൂടെ നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഓപ്പൺ ആകും. എല്ലാം ഓപ്പൺ ചെയ്യാൻ ഒരു കീയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് പറയാൻ, ഞാൻ ദൈവത്തിന്റെ മോനാണ്. അതെങ്ങനെ പറയണം? ഇപ്പം നമ്മൾ പറഞ്ഞ വെളിപ്പാടി നിന്നോണ്ട് പറയണം. ദൈവമക്കൾ എന്നുള്ള പദപ്രയോഗം ഇവർ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഇവരത് കേട്ട് തഴമ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നാ ഐറ്റം ഇതുവരെ സത്യമായിട്ടും മനസ്സിലായിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായില്ല. ഇതെന്റെ റൂമിൽ ദൈവം തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ഞാനും ദൈവം അടിയായി. ദൈവം എനിക്ക് ഓരോ വെളിപ്പാടുകൾ വരുമ്പോൾ ഞാനും ദൈവം ആദ്യം എന്താകും? ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് AG പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കേട്ടത് ഇതല്ല. കർത്താവ് പറഞ്ഞു, എടാ അത് നീ എന്തോ കേട്ടേക്കുന്നതിന്. ഒന്നും കേട്ടിട്ടില്ല, കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഞെട്ടുന്നെങ്കിൽ ഓർത്തോ, 5 വർഷം മുമ്പ് ഞാൻ റൂമിൽ ഞെട്ടിയതാ. അല്ല ജനസം ബ്രദറെ, നമ്മളൊക്കെ ഏതോ ഒരു പോയിന്റ് ഞെട്ടി. ശരിയല്ലേ? നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഒന്നും അല്ല റിയൽ സാധനം. അത് നമ്മുടെ മുൻപിൽ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ചിലതിനെ അൺലോക്ക് ചെയ്യും ദൈവം. ഇന്ന് നിങ്ങൾ ആരാണെന്ന് പറയണം. ഹല്ലേലൂയ. ആ ഒരൊറ്റ വാക്കിൽ ഇവരുടെ മുകളിൽ എല്ലാം തുറക്കും. എന്നോട് ദൈവം പറയുന്നത് എല്ലാം തുറക്കും. ആന്റി എല്ലാം തുറക്കാൻ പോവാ, എല്ലാം നിങ്ങളുടെ ലൈഫ് തുറക്കാൻ പോവാ. എന്നോട് ദൈവം പറയുന്നു, ഇത് പറയുമ്പോ എല്ലാം തുറക്കും. ഞാൻ ദൈവത്തിന്റെ മകൻ, ഞാൻ ദൈവാനുരൂപം. ഇത്രയും വാക്കുകളൊന്ന് പറഞ്ഞു നോക്കിയേ, സകലതും ഓപ്പൺ ആകും. സ്വീകരിച്ച് ഞാൻ ദൈവത്തിന്റെ മകൻ. ഞാൻ ദൈവത്തിന്റെ മകൻ. ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുന്ന ആദ്യ മിനിറ്റുകളിൽ സകലതും എൻ്റെ ലൈഫിൽ തുറക്കുകയാണ്. അത് സ്വീകരിക്കാൻ 1 മിനിറ്റ് എടുത്ത് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആരാധിച്ച് ഹയർ റലത്തിൽ എല്ലാം ഓപ്പൺ ആകും. ഹയർ റലത്തിൽ സകലതും തുറന്നു വരും. ചേട്ടാ ലൈഫിൽ എല്ലാം തുറക്കട്ടെ. എല്ലാം തുറക്കുന്ന ഒരു അഭിഷേകം, എല്ലാം തുറക്കുന്ന ഒരു അഭിഷേകം. എല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നു. ആന്റി, അടഞ്ഞ വാതിലുകൾ എല്ലാം തുറക്കുക. ആരോട്? ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നു, അടഞ്ഞത് മുഴുവൻ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തുറന്നു കിടക്കും. ഐ റിലീസ്.
ഞാൻ അങ്ങനെ കാണുക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും, എനിക്കറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും അടഞ്ഞ വാതിലുകൾ മുഴുവൻ ഓപ്പൺ ആകുന്നു, ഓപ്പൺ ആകുന്നു, ഓപ്പൺ ആകുന്നു. Now in Jesus name. അടഞ്ഞ സകല വാതിലുകളും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കും. ജെൻസൺ ബ്രദറെ, പത്രോസ് ഒരു റലത്തിലാ കിടന്നുറങ്ങുന്നത്. നമ്മൾ പറയാറുണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോണ്ടാ പുള്ളി പുറത്തു വന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് പത്രോസ് റലത്തിൽ കിടന്ന് ഉറങ്ങിയോണ്ടാ പുറത്തു വന്നത്. കാരണം റലത്തിൽ ദൂതൻ അവൈലബിളാ. രാത്രി വാതിൽ ഓട്ടോമാറ്റിക് ഓപ്പണാ. റിസീവ്. നിങ്ങളിത് സാക്ഷ്യം പറയും. ഇന്നു മുതൽ വാതിലുകൾ മുഴുവൻ തുറന്നിരിക്കുന്നു. കാരണം ഏതന്റെ അകത്തൊന്നിനും കുറവില്ല. ഇവർക്ക് വന്ന ക്ലൈമറ്റ് അതായതുകൊണ്ട് ഇവരുടെ ലൈഫിലെല്ലാം തുറക്കും. ഇന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. അത് പറയുമ്പോഴത്തേക്ക് സ്വർഗം മുഴുവനും കൂടെ കയറി ഇങ്ങ് നിൽക്കും. സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ ആൻറ്റി? എത്ര പേര് അനുഭവിക്കുന്നുണ്ട് ഒരാത്മശക്തിയും ഒരു പുതിയ റലം തുറക്കുന്നതായിട്ട്? എൻ്റെ കയ്യിലൊരു തീ അറിയാം ബ്രദറെ. എന്തോ സംഭവിക്കുന്നു. എന്തോ കൈ എൻ്റെ കയ്യിലൊരു തീ അറിയാം. ഇവരുടെ മേൽ ചിലതിനെ ഓപ്പൺ ആക്കുന്ന ഒരു തീ. ഇന്നത്തെ മീറ്റിംഗിന് ശേഷം സാക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിയില്ല ഇതിൻ്റെ അകത്ത്. തീ, ഫയർ, 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 ഫയർ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ റലത്തിൽ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പം റൈസം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് വന്നങ്ങ് ഉറങ്ങിക്കും. കാരണം ഫുൾ നൈറ്റ് ആൻഡ് ഡേ മീറ്റിംഗ് ആണ്. നമുക്ക് എപ്പോഴും എണീറ്റിരിക്കാൻ പറ്റണമെന്നില്ല. IT പ്രൊഫഷണലുകൾ ബാംഗ്ലൂരിലുള്ള അവർ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന വർക്ക് ചെയ്യുന്നു. റൈസം പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്ക് ഉറക്കം വരുന്നു, തറയിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോ, പക്ഷെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങണം. ഇതിൻ്റെ അകത്ത് ദൂതന്റെ റലം ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. ജെൻസൺ ബ്രദറെ നമ്മളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുക, 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 വിഷയം പ്രാർത്ഥിക്കുക. പക്ഷെ എന്നെ ദൈവം പഠിപ്പിച്ചത് റലത്തിൽ കയറാനാണ് പ്രാർത്ഥന. ഈ ഭൂമിയുടെ തട്ടിൽ നിന്ന് നമ്മൾ ഉയർന്ന തട്ടിലേക്ക് കയറുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. എന്താണ് ജെൻസൺ ബ്രദറെ പ്രാർത്ഥന? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ റലം ഷിഫ്റ്റ് ആകണം. നമ്മൾ ഭൂമിയുടെ റലത്തിൽ നിന്ന് നാച്ചുറൽ നിന്ന് സൂപ്പർ നാച്ചുറലിലോട്ട് കയറണം. ആ പ്രോസസ്സിന്റെ പേരാണ് പ്രാർത്ഥന. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മുടെ ബുദ്ധി അബലമാകണം, വെളിപ്പാട് തുറക്കണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മുടെ ബുദ്ധി അബലമായിട്ട് നമ്മുടെ അകത്ത് വിശ്വാസം കയറിയിട്ട് നമ്മുടെ തലം ഷിഫ്റ്റ് ആകുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി 3 പേരെയും കൊണ്ട് മലയുടെ മുകളിൽ പോയി. അവിടെ വെച്ച് റലം തുറന്നു. മറുരൂപ മലയിൽ എന്നായിരുന്നു പരിപാടി? വിഷയമല്ല പരിപാടി, റലം തുറക്കല. അവിടെ ദൂതൻ ഇറങ്ങി, മോശ ഇറങ്ങി, ഏലിയാവ് ഇറങ്ങി, ദൈവം ഇറങ്ങി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്നു മുതൽ ഇവരുടെ പ്രാർത്ഥനാ മുറികൾ റലം തുറക്കുന്ന സ്ഥലങ്ങളായി മാറും. സ്വീകരിച്ച് എൻകൗണ്ടറുകളുടെ സ്ഥലങ്ങളായി മാറും. സ്വീകരിച്ച് എൻകൗണ്ടേഴ്സ്. നിങ്ങളുടെ റൂം മുഴുവൻ എൻകൗണ്ടേഴ്സ്. നിങ്ങളുടെ റൂം മുഴുവൻ